ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം അവസാനിച്ചെങ്കിലും തുർക്കിയിൽ നിന്നുള്ള എർദുഗാന്റെ വാഗ്ദാനം അവസാനിക്കുന്നില്ല. പാകിസ്ഥാന് ഇനിയുമേറെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് എർദുഗാൻ. എന്നാൽ മറുവശത്ത് എർദുഗാന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ ടൂറിസ്റ്റുകളോട് തുർക്കിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പാമ്പിന് പാലൂട്ടിയാൽ അത് എന്നായാലും തിരിച്ചു കടിക്കും എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൽ തുർക്കി തെളിയിച്ചു കഴിഞ്ഞു. പഹൽഗാമിൽ മുസ്ലിം തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് മറുപടിയായാണ് പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളെ ലക്ഷ്യമാക്കി ഇന്ത്യ ആക്രമണം നടത്തിയത്. എന്നാൽ ഈ തിരിച്ചടിയിൽ മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തപ്പോൾ അസർബൈജാനും തുർക്കിയും സപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനെയാണ്. തുർക്കിയുടെ ഈ നടപടി ഇന്ത്യക്കാരെ സംബന്ധിച്ച് വിശ്വാസവഞ്ചനയാണ്. കാരണം 2023 ഫെബ്രുവരി 6 തുർക്കിയിൽ 7.6 തീവ്രതയിൽ ഭൂകമ്പമുണ്ടായി. 51,000 പേർ മരിച്ചിരുന്നു. ആൾക്കാരുടെ വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പല സ്ഥലങ്ങളിലും കശ്മീർ പ്രശ്നത്തെ ചൊല്ലി ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ടുള്ള രാജ്യമാണ് തുർക്കി. എന്നാൽ ഭൂകമ്പമുണ്ടായപ്പോൾ ഇന്ത്യ ഇതൊന്നും കണക്കാക്കിയില്ല. മാനുഷിക പരിഗണന നൽകി ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ സഹായഹസ്തം നീട്ടി. കോടിക്കണക്കിന് രൂപയാണ് ധനസഹായമായി നൽകിയത്. അങ്ങേയറ്റം പിണറായി വിജയൻ പോലും 10 കോടി രൂപ ധനസഹായമായി നൽകി. ഇന്ത്യ എന്ന ജാതിയോ മതമോ നോക്കിയില്ല. 6 വിമാനങ്ങളിലായി ഭക്ഷണവും മരുന്നും റെസ്ക്യൂ ഓപ്പറേഷനുള്ള സാധനങ്ങളും അങ്ങേയറ്റം സിറിഞ്ച് വരെ തുർക്കിയിലേക്ക് അയച്ചു. ഇതോടൊപ്പം NDRF ടീമും തുർക്കിയിലേക്ക് പോയിരുന്നു. ഡോക്ടർമാരും പാരാമെഡിക്കൽ ടീമും മണ്ണിനടിയിൽപ്പെട്ടവരും മണത്തറിയാൻ കഴിയുന്ന നായ്ക്കളും ഡ്രോണുകളും അങ്ങനെ ഒരു മനുഷ്യനെ അടിയന്തരമായി രക്ഷിക്കാൻ സാധിക്കുന്ന എല്ലാം അവിടെ എത്തിച്ചു. ഭാരതീയ സേന അവിടെ ഫീൽഡ് ഹോസ്പിറ്റൽ ഉണ്ടാക്കി ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷിച്ചു. ആ സമയം തുർക്കി ഇന്ത്യക്ക് മുന്നിൽ കണ്ണീരൊലിപ്പിക്കുകയായിരുന്നു. അവരുടെ മന്ത്രിമാർ പറഞ്ഞത് ഇന്ത്യയേക്കാൾ നല്ലൊരു സുഹൃത്ത് വേറെ ഇല്ലെന്നാണ്. അവർ ഇന്ത്യക്കാരെ കെട്ടിപ്പിടിക്കുകയും നന്ദി അറിയിക്കുകയും വരും തലമുറകൾ പോലും നന്ദിയോടെ ഇക്കാര്യം ഓർത്തിരിക്കുകയും ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെ തിരിഞ്ഞപ്പോഴേക്കും തുർക്കിയുടെയും അസർബൈജാന്റെയും നിറം മാറി. അവർ മതം നോക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനായി ഇറങ്ങിത്തിരിച്ചു. തുർക്കി ഉടനടി യുദ്ധക്കപ്പലും ഡ്രോണും മിസൈലുമൊക്കെ പാകിസ്ഥാന് നൽകാൻ തുടങ്ങി. ഇന്ത്യയിൽ വീണ പല മിസൈലുകളും തുർക്കി നിർമ്മിതമായിരുന്നു. ഇതോടെ ഇന്ത്യക്കാരുടെ സ്വഭാവവും മാറി. അവർ ചോദിച്ചു തുടങ്ങി, നമ്മളെ കൊല്ലാൻ നിൽക്കുന്നവർക്ക് എന്തിന് നമ്മൾ നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം കൊടുക്കണം? കാരണം ഓരോ വർഷവും 3 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകളാണ് തുർക്കി സന്ദർശിക്കുന്നത്. തുർക്കിയുടെ ദേശീയ വരുമാനത്തിൽ 15% ടൂറിസത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊല്ലാൻ ആയുധം കൊടുക്കുന്ന രാജ്യത്തിലേക്ക് 1 രൂപ പോലും പോകരുതെന്ന് ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. ട്രാവൽ കമ്പനികളും അവരോടൊപ്പം നിന്നു. 50% ബുക്കിംഗുകൾ ക്യാൻസൽ ചെയ്തു. ബോയ്ക്കോട്ട് തുർക്കി, ബോയ്ക്കോട്ട് അസർബൈജാൻ എന്ന ഹാഷ്ടാഗുകൾ ഉയരാൻ തുടങ്ങി. കാരണം 2024 നമ്മൾ മാലദ്വീപിനോട് ഈ നയം എടുത്തിരുന്നു. അതിവിടെയും തുടർന്നു. മാലദ്വീപിന് അന്ന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അതിൽ പിന്നെ ഭാരതത്തിനെതിരെ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് മാലദ്വീപ് 100 പ്രാവശ്യം ആലോചിക്കാറുണ്ട്. ഇതേ നിലപാട് തന്നെ ഇപ്പോൾ തുർക്കിയോടും അസർബൈജാനോടും ഇന്ത്യക്കാർ പയറ്റി തുടങ്ങിയിരിക്കുന്നു. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയെ ആക്രമിക്കാൻ ഡ്രോണുകളും യുദ്ധക്കപ്പലുകളും നൽകിയ തുർക്കിയെ വാനോളം പുകഴ്ത്തി. എന്നാൽ ഇപ്പോൾ തുർക്കി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യക്കാരോട് തിരിച്ചു വരാനായി കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തുർക്കി ജനതയ്ക്ക് ഈ യുദ്ധത്തെക്കുറിച്ച് അറിയില്ലെന്നും അവർ നിങ്ങളെ നന്നായി സ്വീകരിക്കുമെന്നാണ് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത്. എന്നാൽ ഈ അവസരം മുതലെടുത്ത് ഗ്രീസും രംഗത്തെത്തിയിട്ടുണ്ട്. ഭാരതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും ഭാരതത്തോടൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ് ഗ്രീസ് എന്നും അതിനാൽ ഇന്ത്യക്കാർ ഗ്രീസിനെ പരിഗണിക്കണമെന്നുമാണ് അവിടെ നിന്നുള്ള അഭ്യർത്ഥന. ബോയ്ക്കോട്ട് ടർക്കി, ബോയ്ക്കോട്ട് അസർബൈജാൻ എന്ന ടാഗ് സെലിബ്രിറ്റികളടക്കം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു കഴിഞ്ഞു. ചിലർ തങ്ങളുടെ യാത്ര ക്യാൻസൽ ചെയ്ത് അതിനായി വച്ചിരുന്ന തുക ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബത്തിന് നൽകി. എന്തു തന്നെ വന്നാലും വിശ്വാസവഞ്ചന കാണിച്ച തുർക്കിയെയും അസർബൈജാനെയും ഇനി പരിഗണിക്കുകയില്ല എന്ന നിലപാടിലാണ് ഇന്ത്യക്കാർ.